അഹങ്കാരം കൊണ്ട് ഉന്മത്തമായിട്ടുള്ള ബംഗ്ലാദേശിന് വലിയൊരു അടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ചെവിക്കന്നത്തിട്ടൊരു അടിയാണ് എന്ന് പറഞ്ഞാൽ നീ വന്ന വഴി നീ ഒന്ന് ഓർക്കണം എന്ന് പറയാൻ ഒരു രാജ്യം, ലോകരാജ്യം, ഇന്ത്യ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഒരു രാജ്യം മുന്നോട്ട് വന്നിരിക്കുന്നു. ഒരു രാജ്യമൊന്നുമല്ല, ഒരു ഒന്നൊന്നര രാജ്യം തന്നെയാണ്. ഏറ്റവും പുതിയ S-500 എന്ന് പറയുന്ന സംവിധാനം ലോകത്തിൽ ഒരൊറ്റ രാഷ്ട്രത്തിനും ഇല്ലാത്ത ഒരു സംവിധാനം. ഒരു തരത്തിലും ആകാശത്തിൽ കൂടെ, ബഹിരാകാശത്തിൽ കൂടെ, കടലിൽ കൂടെ ഒന്നും ഏത് രാജ്യം ആക്രമിച്ചാലും ഏശാത്ത രീതിയിലുള്ള ഒരു എയർ കമാൻഡ് അല്ല, അത് ടോട്ടൽ കമാൻഡ് സംവിധാനമാണ്. അതാണ് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള അയൺ ഡോമിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് റഷ്യയാണ്. അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് ആദ്യം പോയത് അമേരിക്കയൊന്നുമല്ല, നാസയും അല്ല, റഷ്യയുടെ സ്പുട്നിക്കാണ് ആദ്യം പോയത്, ബഹിരാകാശ യുഗം സൃഷ്ടിച്ചത്. അപ്പോൾ യുഗസൃഷ്ടാവായിട്ടുള്ള ഒരു ഡിഫൻസ് കമാൻഡ് സിസ്റ്റം അവരിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ യുക്രൈൻ എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ ഒന്നുമല്ല. യുക്രൈൻ ഇനി എത്ര വിചാരിച്ചാൽ ഒരു ഒന്നും ഏശില്ല റഷ്യക്ക്. അങ്ങനെ ശക്തമായ അടിത്തറയുള്ള ഒരു രാജ്യം ബംഗ്ലാദേശിന് ഒരു മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നാൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡറായിട്ടുള്ള ആളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അലക്സാണ്ടർ ഗ്രിഗേറിയേവിച്ച് ആണ്. ഇല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഒന്നുകൂടെ പറയാം, അലക്സാണ്ടർ ഗ്രിഗേറിയേവിച്ച് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇന്ത്യയുടെ സ്ഥാനപതിയാണ്. ആരും പറഞ്ഞിട്ടല്ല. ഈ കുൽസിതങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം നേരെ ചൊവ്വേ ഒരു വാക്ക് പറഞ്ഞു ബംഗ്ലാദേശിനോട്. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡിപ്ലോമാറ്റിക് ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മര്യാദയ്ക്കിരുന്നോണം, അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് തന്നെ. വേറെ ഒരു അർത്ഥവും ഇല്ല അതിന്. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നീ വിവരം അറിയും. ഇന്ത്യ ആ രാജ്യവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ രണ്ട് രാജ്യങ്ങളോട് ശ്രമിക്കണം. എങ്ങനെയായിരുന്നു നമ്മൾ റഷ്യയിൽ ചെന്ന് മോസ്കോയിൽ ചെന്ന് പുടിനോട് പറഞ്ഞത്? യുക്രൈനും നിങ്ങളും തമ്മിൽ സൗഹാർദ്ദത്തിൽ പോകണം, ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്ന് രണ്ടുപേരുടെയും പറഞ്ഞു. നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടാണ് നമ്മളെടുത്തു. നോക്കൂ റഷ്യ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. റഷ്യ ഇന്ത്യയുടെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള വായിച്ചു നോക്കുമ്പോൾ, അത് വായിച്ചാലും പിന്നെയും അർത്ഥമുള്ള വ്യംഗ്യമുണ്ട് അതിൽ. അതായത് പറയുന്നത് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം. ഇന്ത്യയോട് പറയുന്നില്ല, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇന്ത്യയിൽ നിന്ന് പണിയെടുക്കാൻ വന്ന ഹിന്ദുക്കളെ കൊല്ലുക, പച്ച മരത്തിലിട്ട് പച്ചയ്ക്ക് കത്തിക്കുക. ഇവിടെ നടന്ന മുദ്രാവാക്യം പച്ചയ്ക്ക് അമ്പലത്തിൻ്റെ മുന്നിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കളയുമെന്നാണ് പറഞ്ഞു വന്ന്. അതവിടെ നടപ്പാക്കുക. ഇവിടെ സാഹചര്യം കിട്ടിയാൽ ഇവിടെയും നടപ്പാക്കാനുള്ള ഉദ്ദേശങ്ങൾ അവർക്കുണ്ട്, പ്ലാനുണ്ട്. അവർ സ്കീമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇത് പറയുമ്പോൾ നമ്മളെയും കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇവൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അവരുടെ ലിസ്റ്റ് വരും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ പറയുന്നത്? അങ്ങനെ പേടിയില്ലാത്ത ചിലർ ഇവിടെ ഉണ്ട് ഈ രാജ്യത്ത്. തലയ്ക്ക് മേൽ കഴുത്ത് വേണമെന്ന് നിർബന്ധമില്ല, കഴുത്തിന് മേൽ തല വേണമെന്ന് നിർബന്ധമില്ലാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അങ്ങ് ചെയ്ത് കൂട്ടിക്കോ. നമ്മൾ അങ്ങനെയൊന്നും ഭയന്നൊന്നും പേടിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. സത്യം പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ ഉടനെ എല്ലാവരും പറയുന്നത് RSS മൂലമാണ്. ബംഗ്ലാദേശിൽ RSS ഉണ്ടോ? ബംഗ്ലാദേശിൽ RSS ഉണ്ടായിട്ടാണോ? ബാബറി മസ്ജിദ് തകർത്ത് കഴിഞ്ഞപ്പോൾ എത്ര ക്ഷേത്രങ്ങളാണ് അവിടെ തകർത്തത്? നിങ്ങളിപ്പോൾ ഈ ദീപു ചന്ദ്രദാസിനെ മരത്തിൽ പച്ചയ്ക്ക് കൊത്തിച്ച് വന്നപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി. പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ആൾക്കാർ. നിങ്ങളെപ്പോലെ ഹൃദയശൂന്യന്മാരല്ല ഇന്ത്യയിലുള്ളത്. ഇവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കൊല്ലുകയോ പച്ചയ്ക്ക് കത്തിക്കുക എന്ന് പറയുന്ന ജന്മത്തെ ഞങ്ങൾ ചെയ്യില്ല. പശുവിനെ പോലും പശുവിനെ പോലും സംരക്ഷിക്കണമെന്ന് പറയുന്ന ദീനദയയാണ് ഞങ്ങളുടെ സംസ്കാരം. നിങ്ങളെപ്പോലെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് കയ്യും കൊട്ടി ഘോഷയാത്ര നടക്കുന്ന ആ ഒരു മൃഗങ്ങൾക്കോലുമില്ലാത്ത ക്രൗര്യം എന്ന് പറയുന്ന ആ കാനിബാലിസം അത് ഞങ്ങൾക്കില്ല. അതാണ് അതിൻ്റെ വെച്ചാൽ അതിനെന്താ പറയേണ്ടത്? ഇനി ഒരു ദിങ്ങണ്ടുവിൽ വേറൊരു വാക്ക് കണ്ടെത്തേണ്ടി വരും. അത്ര നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് നിങ്ങളത് വിജയമായിട്ട് ആഘോഷിക്കുന്നെങ്കിൽ ഇതാ റഷ്യ സന്നദ്ധമായിട്ട് നിൽക്കുകയാണ്. റഷ്യ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. അമ്മാഷിൻ്റെ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമുണ്ട്. അതായത് റഷ്യ അന്താരാഷ്ട്ര ശീതസമര കാലഘട്ടത്തിൽ പിന്നോട്ട് പോയൊരു രാജ്യമാണ്. അപ്പോൾ KGBയുടെ ഉദ്യോഗസ്ഥനായിരുന്നു വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നയാൾ. അദ്ദേഹം നല്ല വിദഗ്ധനായ ഒരു ജൂഡോ അഭ്യാസിയാണ്. അപ്പോൾ മാർഷൽ ആർട്സ് ഒക്കെ അറിയാവുന്ന അദ്ദേഹം
അതിന് ആ ദൃക്സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഈ റഷ്യയുടെ എല്ലാ അടയാളങ്ങളും, അതായത് USSRന്റെ അടർന്നു വീഴുന്നത് വളരെ ദുഃഖത്തോടുകൂടി നോക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം ഗർബച്ചോവിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നെങ്കിൽ പിന്നീട് എൽസിൻ എന്ന് പറഞ്ഞൊരു കുടിയനായ മനുഷ്യൻ വന്നു, റഷ്യൻ പ്രസിഡന്റായി. റഷ്യയിലെ അതെ നാണം അന്താരാഷ്ട്ര ലോകത്ത് റഷ്യയെ നാണം കെടുത്തി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോട്ടെ, റഷ്യൻ സുന്ദരിമാർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് വരുന്ന രീതിയിൽ റഷ്യയിലെ പെണ്ണുങ്ങൾ മാംസ വ്യാപാരത്തിന് വേണ്ടി ലോകത്തെമ്പാട് സഞ്ചരിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കിയ മനുഷ്യനാണ് എൽസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മനംതൊന്ന് റഷ്യക്കാർ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവത്തിന്, ഒറിജിനൽ വിപ്ലവത്തിന് തയ്യാറായിരിക്കുന്ന സമയത്താണ് KGBയുടെ ഉദ്യോഗസ്ഥനായിരുന്ന ഈ പുടിൻ രാഷ്ട്രീയമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഉരുക്കുമുഷ്ടി രീതിയാണ്. അപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിനോട് സംസാരിക്കുക എന്ന് പറയുന്നത്, ബംഗ്ലാദേശ് ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യമാണ്. ആ രാജ്യത്തോട് പറയുകയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടൻ തീർത്ത് സൗഹൃദത്തിൽ പോകണമെന്ന് പറയാൻ ഡിക്റ്റേറ്ററാണത്. അല്ലെങ്കിൽ തീർത്തുകളെയും നിങ്ങളെ ആ വാക്കില് ഡിപ്ലോമാറ്റിക് വേർഡിന്റെ ഉള്ളിൽ തിരികെ കയറ്റിയ കുറെ ആയുധങ്ങളും അതിന്റെ മുനകളുമുള്ള ഒരു വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അദ്ദേഹം നിങ്ങളിത് തീർക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ തീർക്കുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അത് പ്രയാസമുള്ള കാരണം റഷ്യക്ക് ഇപ്പോൾ ഒരു രാജ്യത്ത് ഇടപെടുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നോക്കേണ്ട എന്ത് കാര്യമായിരിക്കും. കാരണം ഇടപെട്ടാൽ നഷ്ടം വരാനൊന്നുമില്ല, വരാനുള്ളതൊക്കെ വന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു. അവർക്ക് ഇപ്പോഴും രണ്ട് രാജ്യങ്ങളുടെ മാത്രം പിന്തുണ മതി. അതായത് ലോകത്തെ രണ്ട് വൻശക്തികളായ ഇന്ത്യയും ചൈനയും അവരുടെ ഒപ്പം ഉണ്ടെങ്കിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒന്നും അവർക്കൊരു പ്രശ്നമില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന അമേരിക്കക്കെതിരെയാണ്. ഡിപ്ലോമസിയിൽ പലപ്പോഴും നേരിട്ട് പറയണമെന്നില്ലല്ലോ. അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അമേരിക്ക ഇതുപോലല്ല. അമേരിക്ക രണ്ട് പക്ഷത്തും ഇല്ലാതെ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഭാഷ, ഡിപ്ലോമാറ്റിക്. സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കും. കാരണം ക്രിസ്ത്യാനികളെയും കൊല്ലുന്നുണ്ട്, അതുകൊണ്ടാണ് അവരെ ഇടപെട്ടത്. ട്രംപ് പറഞ്ഞു അവരെയും കൊല്ലും, മുഹമ്മദ് യൂനുസ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവരെയും സംരക്ഷിക്കും. മുഹമ്മദ് കൊല്ലുമെന്നല്ല, അവരെയും സംരക്ഷിക്കുമെന്നാണ് അവരുടെ വാക്ക്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലും പറഞ്ഞു ന്യൂനപക്ഷ സംരക്ഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് അവരങ്ങ് നിർത്തി, അവരുടെ ജോലി കഴിഞ്ഞു. ഇതങ്ങനല്ല. ഇത് മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളെ ഇത് തീർത്തില്ലെങ്കിൽ നിങ്ങളെ തീർത്ത് കളയും തന്നെ. ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ പറയാം, മാഷിൻ്റെ ശ്രദ്ധയിലേക്ക് വരുത്താം. അതായത് അദ്ദേഹത്തിൻ്റെ കോട്ട്, 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയത് പ്രധാനമായും ഇന്ത്യയുടെ സഹായം കൊണ്ടാണ്, നന്ദി കാണിക്കണം. ഒപ്പം വന്ന് റഷ്യ, അന്ന് ഇന്ത്യ, ബംഗ്ലാദേശ്, റഷ്യ എന്നിവർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. അൺകോട്ട്. അതിൻ്റെ പിന്നിൽ എന്താ അതിങ്ങനെ പറയുന്നതെന്നറിയാമോ? ഈ 71 ബംഗ്ലാദേശ് വിമോചനം നടക്കുന്ന സമയത്ത് അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായ മൈൻഡ് സെറ്റിലായിരുന്നു, നിലപാടിലായിരുന്നു. അപ്പോൾ റഷ്യ ഇന്ത്യയോടൊപ്പം നിന്നാണ് ഇത് വിജയിപ്പിച്ചത്. ഈ സാറ് അന്താരാഷ്ട്ര തലത്തിൽ പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട്. ഈ പല യുദ്ധങ്ങളും അമേരിക്കയും റഷ്യയും തമ്മിൽ പരോക്ഷ യുദ്ധങ്ങളായിരുന്നു. അതായത് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഒരു പക്ഷത്തായിരുന്നു, അമേരിക്ക മറ്റൊരു പക്ഷത്തായിരുന്നു. തീർച്ചയായിട്ടും ഇതേപോലെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന സിറിയയുമായിട്ടുള്ള യുദ്ധത്തിലും അതായിരുന്നു. ഇങ്ങനെ തന്നെയാണ്. സിറിയ എല്ലാം പരിഹരിച്ചാന്ന് വിചാരിക്കുന്നത്. പക്ഷേ അൽ ജസീറ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വീണ്ടും യുദ്ധം നടക്കുകയാണ്, വീണ്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ അമേരിക്കക്കെതിരെയാണ് സംസാരം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അമേരിക്കയാണ്. അമേരിക്കക്ക് ഇംഗിതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളെ അവരവിടെ കൊണ്ടുവന്നത് തന്നെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് റഷ്യൻ താല്പര്യങ്ങൾക്ക് എതിരാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അമേരിക്ക ലോകത്ത് എല്ലായിടത്തും ഇടപെട്ട് ആയുധം കാണിച്ച് പേടിപ്പിച്ചാണ് ലോക പോലീസായിട്ട് നിൽക്കുന്നത്. റഷ്യ അവർക്ക് പേടിയുണ്ട്, ചൈനയും പേടിയുണ്ട്, ഇന്ത്യയും പേടിയുണ്ട്. കാരണം പോലീസിനെതിരെ പല നടപടി സ്വീകരിക്കാൻ ഈ രാജ്യങ്ങളൊന്നും ഒന്നിച്ചാൽ സാധിക്കും. പക്ഷെ റഷ്യക്ക് ഇത് ഒറ്റയ്ക്ക് സാധിക്കും. ഒറ്റയ്ക്ക് സാമ്പത്തിക ശക്തിയായിട്ടല്ല സാധിക്കുന്നത്, സൈനിക ശക്തിയിൽ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലുള്ളത് റഷ്യക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര റോൾ എന്താ? അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീന റോളൊന്നും ഇല്ല റഷ്യക്ക്. റഷ്യക്ക് റോൾ വരണമെങ്കിൽ ഇത്തരം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടണം. ഇടപെടുമ്പോഴോ അവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യത്തിലേ അവർക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അവർക്ക് ബെനിഫിറ്റ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുമായിട്ടുള്ള കോടിക്കണക്കിന് റൂബിളിൻ്റെ ആയുധ ഇടപാട്, രൂപയിലാണെങ്കിൽ പോലും റൂബിളിലാണെങ്കിൽ ആയുധ ഇടപാട് നടക്കുന്നത് കൊണ്ടാണ്
റഷ്യക്ക് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തന്നെ റഷ്യയുടെ ഏറ്റവും വലിയ കസ്റ്റമറുമാണ് ഇന്ത്യ. അല്ല, വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉള്ള മാഷ ഞാൻ വിചാരിക്കുന്നത്, ഈ റഷ്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നിന്നാൽ ചൈന ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തും. അല്ല, റഷ്യയുടെ വാക്ക് വരുമ്പോൾ തന്നെ ചൈന പിന്മാറും. കാരണം അവർക്ക് വേറൊരു കൂട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പം അതിനൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്ന പാകിസ്ഥാനാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കുമെന്ന് പാക് ഭരണകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം നേതാവ് കമ്രാൻ സയ്യിദ് പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം, ഇവൻ്റെ പാക് എയർലൈൻസ് സാമ്പത്തിക പ്രതിസന്ധി മൂലം വിറ്റ് തുളച്ചിരിക്കുക. ആ രാജ്യമാണ്. അതിപ്പോൾ ആൾക്കാർ എന്താ ഓരിയിടുന്നത് പോലെ റഷ്യ ഒന്നും മൈൻഡ് ചെയ്യില്ലല്ലോ. ഇവിടെ നമ്മൾ കുണ്ട്ര NDAPS പ്രമേയം അമേരിക്കൻ പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമായിട്ട് അവരത് കണക്കാക്കാൻ പാകിസ്ഥാൻ അതിനുള്ള റോളൊന്നുമില്ല. വലിയ കാര്യമൊന്നും പാകിസ്ഥാൻ അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉക്രൈനും ഇതേപോലെ തന്നെ പിരികേറ്റിയാണ് അമേരിക്കയും യൂറോപ്യൻകാരും കൂടെ ഈ പണി ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അവിടെ അതൊരു വഴിക്കായി കിടക്കുകയാണ്. ഇതേ വഴിയിലേക്കാണ് ആര് പോകുന്നത്? ഈ പറയുന്ന ബംഗ്ലാദേശ് പോകുന്നത്. ബംഗ്ലാദേശിന്റെ മുമ്പിൽ ഇന്ത്യ എന്നൊരു മഹാമേരുവിനെ മാന്താനായിട്ട് അവർ നിൽക്കുകയാണ്. നമ്മളൊന്നങ്ങോട്ട് ചാഞ്ഞാൽ മതി വിവരം അറിയുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ റഷ്യ ഇത് പറഞ്ഞതിന്റെ പിന്നിൽ ഭയങ്കര ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന അമേരിക്കൻ പക്ഷപാതികളായ ചില രാജ്യങ്ങൾ ഇനി വീണ്ടും ലോകം ഭരിക്കുന്നത് അമേരിക്കയാണെന്നൊരു ധാരണയിൽ നാറ്റോയിൽ ചേരാനായിട്ട് ഇപ്പം നാറ്റോയിൽ ചേരാൻ താല്പര്യം പിന്മാറാന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്കും അതേ ഉപരോധങ്ങൾക്കും അനുകൂലമായി നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ ഈ റഷ്യ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയുടെ വളർച്ചയിൽ ഇത്തരം രാജ്യങ്ങളുടെ പിന്തുണയാണ് പ്രധാന കാരണം. ആ പിന്തുണ കൊടുക്കുന്നത് അമേരിക്ക ഒരു ആയുധ ശക്തിയാണ്, സായുധമായിട്ടുള്ള മേധാവിത്വം കൊണ്ടാണ്. ഇതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് റഷ്യക്ക് സാധിച്ചാൽ നാളെ റഷ്യൻ ചേരിയിലേക്ക് നിരവധിയായ രാജ്യങ്ങൾ വരും. ഇപ്പോൾ ധൈര്യമായിട്ട് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലുള്ള രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയും മാത്രമേ ഉള്ളൂ. ഇതിനൊരു മാറ്റം വരുത്തണം. നോർത്ത് കൊറിയ, ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കുറേയേറെ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇറാനുണ്ട്, ഇറാഖ് ഏറെക്കുറെ അവർക്കെല്ലാം ദുർബലമാണ്. ഇന്ത്യയും പിന്നെ ബെലോറസ് രാജ്യം, ഇന്ത്യയും ചൈനയും ഒഴിച്ചാൽ ബാക്കി രാജ്യങ്ങളൊന്നും പ്രസക്തമായ രാജ്യങ്ങളല്ല. അപ്പോൾ ഒരു യൂണിറ്റി എന്ന രീതിയിൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ്. പക്ഷേ അതിനപ്പുറമുള്ള സ്വാധീന മേഖല വർദ്ധിപ്പിക്കാനായിട്ട് പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയെല്ലാം തള്ളിക്കളയുകയും അമേരിക്കൻ പ്രസിഡന്റിനെ മനഃപൂർവ്വം ചർച്ച നടത്തി അപമാനിക്കുകയാണ് ചെയ്തതെന്ന് ഓർക്കണം. സെലൻസ്കിയെ എങ്ങനെ ട്രംപ് അപമാനിച്ചോ അതേപോലെ അമേരിക്കൻ പ്രസിഡന്റിനെ പുടിൻ അപമാനിക്കുകയാണ് ചെയ്തത് അവസാന ചർച്ച പൊളിഞ്ഞതുകൊണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സമയപരിമിതി കൊണ്ട് നമുക്കിവിടെ ഒരുപാട് പറയാനുള്ളൊരു വിഷയമാണ്, അന്താരാഷ്ട്ര വിഷയമാണ്. എങ്കിലും അവസാനമായിട്ട് നമുക്ക് പറയാം, ഇനി ബംഗ്ലാദേശ് ഈ വിളച്ചിലെടുക്കുന്നത് ഇന്ത്യക്കൊപ്പം മറുപടി പറഞ്ഞുകൊണ്ടാണല്ലോ അവരിയ്ക്കുന്നത്. ഡിപ്ലോമാറ്റിക് തലത്തിൽ അതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടും ഇന്ത്യ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ടും ഇന്ത്യ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി മുഹമ്മദ് യൂനുസിന് 2 വട്ടം ഒന്ന് ആലോചിക്കും അതുപോലുള്ള വർത്തമാനങ്ങൾ. ഒരു സംഭവം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്, വളരെ ഗൗരവതരമായൊരു കാര്യം കൂടെ. അതായത് ഇത് ഇന്ത്യക്ക് കളമൊരുക്കാൻ വേണ്ടി ഇന്ത്യ പരാതിയൊന്നും പറയുന്നില്ല അന്താരാഷ്ട്ര സമൂഹത്തോട്. ഇന്ത്യ ആക്ഷനേ ഉണ്ടാവുള്ളൂ. ആ ആക്ഷന് മുൻപ് ഇന്ത്യ ഇപ്പൊ പഴയ പരിപാടി നിർത്തിയല്ലോ, ഞങ്ങൾ പരാതി പറഞ്ഞു പരിഹരിക്കണ ആ പരിപാടിയൊന്നുമില്ല. അപ്പോൾ റഷ്യ ഇത് പറയുമ്പോൾ ലോകം ഇത് ശ്രദ്ധിക്കും, റഷ്യക്ക് എന്താണ് ഇതിൽ കാര്യമെന്നുള്ള. അങ്ങനെ അതൊരു അന്യായമായൊരു നടപടി അവിടെ നടക്കുന്നുണ്ടെന്നും ഇന്ത്യ കയറി അവിടെ അടിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് കേട്ടോ എന്ന ഒരു സന്ദേശം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ തയ്യാറാണെന്ന് റഷ്യക്ക് അറിയാം ഏത് നിമിഷവും. ഒരു കളം അവർ ഒരുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.